ഗൈസ് എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയത്. അപ്പം നമ്മളിതെല്ലാം കാണുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ട. നമ്മൾ മലപ്പുറത്ത് നിന്ന് വണ്ടി എടുത്തു എന്നുള്ളൊരു കാര്യം 1-2 പ്രാവശ്യം അതിൽ മെൻഷൻ ചെയ്തായിരുന്നു. അത് മെൻഷൻ ചെയ്തപ്പോഴത്തേക്കിന് ഒരു അന്യായ പൊങ്കാലയാണ് അതിനകത്ത് വന്നത്. ഇപ്പം നമ്മളിപ്പോൾ കൊല്ലത്തുനിന്ന് വണ്ടി എടുത്താൽ കൊല്ലത്തെന്ന് പറയും, തിരുവനന്തപുരത്ത് നടത്തുന്ന തിരുവനന്തപുരം എന്ന് പറയും, ഇനി ഈവൻ വേറെ ഏതെങ്കിലും ജില്ലയിലെന്ന് പറഞ്ഞാൽ ആ ജില്ലയുടെ പേരിലേ പറയാൻ പറ്റുമോ. അതിൽ ഒരാൾ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊത്തം മലപ്പുറംകാരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറയും മലപ്പുറത്തുനിന്ന് വണ്ടി എടുക്കും, നിങ്ങളിനി വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ സ്റ്റിയറിംഗ് ബോക്സും ഒക്കെ വെള്ളം കയറി നശിച്ചു. അപ്പോൾ ചെറിയ ബുഷസൊക്കെ മാറിയാൽ മതി എന്നായിരുന്നു നമ്മൾ കരുതിയത്. അപ്പം നിങ്ങളതിനെ ചിന്തിച്ച് നോക്കണം, എത്തിയോസിൻ്റെ ഒരു സ്റ്റിയറിംഗ് ബോക്സിൻ്റെ വില എന്താണെന്നുള്ളത് ചിന്തിച്ച് നോക്കണം. അപ്പോൾ അത് തന്നെ ഏതാണ്ട് 30-something രൂപയായിരുന്നു അതിന് പോയത്. പിന്നെ അതേപോലെ കുറേ സാധനങ്ങൾ അതിനകത്ത് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. പിന്നെ അതിനൊരു എമൗണ്ട് ഒരു കുറച്ച് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതില്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇത്രയും കംപ്ലയിൻറ്റ്സ് ഉള്ളൊരു വണ്ടി എനിക്ക് അയച്ചുന്ന ഫോട്ടോ ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കാവേ. ഈ ഒരു ഫോട്ടോയാണ് നമുക്ക് അവർ അയച്ചു തന്നത്. ആ ഒരു ലുക്കിലാണ് നമ്മളിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 3-4 ബസ് കയറി വേണം. ഇവരൊരു മലപ്പുറം എന്ന് പറഞ്ഞാൽ കുറേ ഉള്ളിൽ പോകണം. അപ്പം ഇത്രയും ഉള്ളിൽ പോയി 3-4 ബസ് കയറി മെനക്കെട്ട് എന്നിട്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങിയതാണ്. പിന്നെ മനസ്സ് ഇതാക്കാതെ പിന്നെയും പോയി നോക്കി, പിന്നെ എടുത്തു, ഒരു റേറ്റ് പറഞ്ഞ് നമ്മൾ എടുത്തു. പക്ഷേ നമ്മളിത് ക്ലീൻ വണ്ടി എന്ന് പറഞ്ഞു വിളിച്ചത് അത്രയേ ഉള്ളൂ. എനിക്ക് നമ്മൾ എടുത്തിട്ട് ചോദിച്ചാൽ എത്ര ദൂരെയാണ് വരുന്നത്, എനിക്ക് ഇത്ര മണിക്കൂർ യാത്രയുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ പൊങ്കാല ഇടാൻ വരുന്ന ആളുകളാണെന്ന് പറയുന്നത്. കുറേ കംപ്ലയിൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എടുത്തത്. പക്ഷേ ഇത്രയ്ക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ത്രോട്ടിൽ ബോഡി കംപ്ലയിൻറ്റ്, പെഡൽ സെൻസർ കംപ്ലയിൻറ്റ്, കുറേ ഉണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മൾ പണിഞ്ഞ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇപ്പം വേറെ മെക്കാനിക്കൽ സൈഡൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളും കൂടെയൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്കിപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായാലും നോക്കാവേ. ഇതാണ് നമ്മുടെ വണ്ടി. വെള്ളയല്ല കേട്ടോ, ഇത് പ്രൈമർ അടിച്ചൊക്കെയാണ്. നമ്മൾ അടിക്കുന്ന ഗ്രേ കളറാണ് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം പാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാച്ചൊക്കെ നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാം പാച്ച് ഉണ്ടായിരുന്നതാണ്. നിങ്ങളന്ന് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കണ്ടവർക്ക് അറിയാൻ കഴിയും. ഇതൊക്കെ പാച്ച് ക്ലിയർ ചെയ്തതാണ്. ഇനി മെയിൻ സ്ഥലങ്ങൾ നോക്കാമല്ലേ. ഇവിടെയൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസ് കണ്ടവർക്കറിയാം, കാണാത്തവർ പഴയ വീഡിയോസ് ഒന്ന് പോയി കണ്ടിട്ട് വരിക. ഇതാണ് അകത്തെ ഒരു അവസ്ഥ, കണ്ടില്ലേ. ഇപ്പം വണ്ടി കണ്ടില്ലേ, വണ്ടി അങ്ങ് മാറി. നമ്മൾ കുട്ടപ്പനാക്കും, അത് വേറെ കാര്യം. നമ്മൾ കുട്ടപ്പനാക്കുമെന്ന് പറഞ്ഞാൽ കുട്ടപ്പനാക്കിയിരിക്കും. ഈ ഒരു കളറാണ് കേട്ടോ നമ്മൾ അടിക്കുന്നത്. ഈ ഒരു കളർ, ഈ ഒരു ഗ്രേ ആണ്. ബ്ലാക്ക് ആയിരുന്നു, ബ്ലാക്കിൽ നിന്ന് നമ്മൾ ഗ്രേയിലോട്ട് മാറ്റുന്നു. ഫ്രണ്ടൊക്കെ ലുക്കായി കേട്ടോ. എടുത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കിന് മാഷാ അല്ലാ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട, അടിപൊളിയായി. ഫ്രണ്ടൊക്കെ എടുത്ത് സെറ്റ് വെച്ചപ്പോൾ തന്നെ ഒരു ലുക്കായി. അതൊക്കെ ഒരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു പൊട്ടിയിട്ട് ശരി. ഈ ബമ്പർ മാറണമെന്നാണ് പറഞ്ഞത്. ബമ്പറൊക്കെ പൊട്ടലായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് ആയിട്ട് നമ്മളതൊന്നും മാറിയില്ല. നമ്മൾ വണ്ടിയുണ്ട് ഏകദേശം ഒരു ഇവിടെ ഉത്സവമാണ് അപ്പുറത്തെ അമ്പലത്തിൽ. എന്നിട്ട് പോലും ഇവിടെ ഇതിൻ്റെ കുറേ കണ്ടോ, ഇവരുടെ ഈ റൈഡ്സൊക്കെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്, ഇവരുടെ കോമ്പൗണ്ടിൽ തന്നെയാണ് റൈഡ്സൊക്കെ വരുന്നത്. എന്നിട്ട് പോലും അവർ മാക്സിമം നിന്നിട്ട് നമുക്ക് വണ്ടി ഇറക്കണം എന്നുള്ളത് കൊണ്ട് നിന്ന് വർക്ക് എടുത്ത് തരികയാണ്. കാരണം 15-ാം തീയതി എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. അതിന് വേണ്ടി നമ്മൾ ഈ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അർജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ രാവും പകലും ഒക്കെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്. ഓ അകത്ത് വർക്ക് ഇടയ്ക്കാണല്ലേ. മറ്റേ സ്കോർപിയോ പറഞ്ഞായിരുന്നല്ലോ. അതിൻ്റെ ഏകദേശമൊക്കെ പരിപാടികൾ കഴിയാറായി. നമ്മൾ തിങ്കളാഴ്ച ഇറക്കാമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് ഇറക്കുമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ പറയാം. അപ്പോൾ പൊങ്കാല ഇട്ടവരോട് പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. കാരണം നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക, അല്ലാത്തവർ പൊങ്കാല ഇട്ടുകൊണ്ടേ ഇരിക്കുക, നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം സ്നേഹം മാത്രം.